ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാഹുലിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മനോഹർ. അമ്മായിയച്ചോ, കൂടുതൽ എന്നോട് കളിച്ചാലേ നിങ്ങൾ വിവരം അറിയും, മനസ്സിലായല്ലോ. പ്രാന്തനാക്കി മാറ്റും ഞാൻ നിങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോയി. മനോഹർ പോയി കഴിഞ്ഞത് രാഹുൽ, ഞാൻ വിചാരിച്ചൊന്നും നടന്നില്ലല്ലോ, എന്തൊരു കഷ്ടമായത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവന്മാരെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതിൽ നിന്നും അവന്മാരെന്നെ കളിയാക്കുമായിരുന്നല്ലോ, എല്ലാം നശിപ്പിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ ശാരിയുടെ സരണ്ട് നോക്കിയേ, ഇതേ കണ്ടോ, വീണ്ടും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും സൂക്ഷിച്ചേ മതിയാവും, എപ്പോൾ ആരെ കുത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാക്കി കൊടുക്കണം. അപ്പോഴേക്ക് പിന്നീട് കാണിക്കുന്ന അവിടെയാണ് ആൽബി വന്നതിൻ്റെ സന്തോഷം. എല്ലാവരും ഭയങ്കര ത്രില്ലിൽ നിൽക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ സോണിയും രൂപയും കല്യാണിയും ഒക്കെ ഞാൻ ഒരുപാട് പേടിച്ചു പോയി ആൽബിയേട്ടാ. ആൽബിയേട്ടനും പപ്പയും ഫോൺ എടുക്കാതെ ആയപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ അങ്കിള് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല സോണി. ദൈവങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനറിയാം ഒരു തെറ്റും ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് കർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് സോണിയുടെ അങ്കിളിന് തന്നെ പോയി പറ്റൂ. എന്തായാലും സോണി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. എന്നാലും എൻ്റെ ആൽബിയേട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ, ഞാൻ ആകെ പേടിച്ചു പോയി ആൽബിയേട്ടാ. അപ്പോൾ അച്ചായൻ പറയാ, എന്താ മോളെ ഇത്, നീയും കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ സോണി, ഇല്ല ആൽബിയേട്ടാ, ഒരുപാട് സ്വപ്നം ഞാൻ ഇന്നലെ രാത്രി കണ്ടു, എല്ലാം ദുസ്വപ്നങ്ങളായിരുന്നു. അതൊന്നും രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇവരോട് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിക്കാൻ പറഞ്ഞു. വഴിപാടൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴും നിങ്ങളിവിടെ എത്തും വരെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. എന്നാലും ആൽബേട്ടന് ഇത്രയും നേരം വൈകിയപ്പോൾ ആകെ പേടിച്ചു പോയി. സത്യം പറയാലോ, സോണി കരഞ്ഞു വരെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണി, പേടിക്കേണ്ട കല്യാണി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ദൈവം നമ്മളോടൊപ്പം ഉണ്ട്, എന്തായാലും പ്രാർത്ഥിക്കുക, അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം എല്ലാവരും ഇങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ചാരുമോളുടെ കാര്യം എല്ലാവരും അങ്ങ് മറന്നു. ചാരുമോളെ അന്വേഷിച്ച് ആ ഗുണ്ടകൾ അവിടെ എത്തി. ഗുണ്ടകൾ അവൾ പരസ്പരം സംസാരിക്കുകയാണ്. ഇവനെയോ കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ രാഹുൽ സാറ് പറഞ്ഞതുപോലെ ഈ കല്യാണം മുടക്കിയേ പറ്റൂ, അതിനെന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്യൂടാ എന്നും ചോദിക്കുകയാണ്. അറിയില്ല സാർ, സാറിൻ്റെ ഐഡിയയിൽ തോന്നുന്ന പോലെ അങ്ങോട്ട് ചെയ്തേക്കാം. എന്നാൽ നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് തോണ്ടിയാലോ? അത് കേട്ടത്, കുഞ്ഞിനെ തോണ്ടാനോ? അല്ല, കുഞ്ഞിനെ തട്ടിയാലോ എന്ന്. അയ്യോ, അത് വേണോ? ദേ, കുഞ്ഞിനെ എന്തേലും ചെയ്താ ഇനി ബാക്കിയുള്ളവരറിഞ്ഞാ പിടിക്കപ്പെട്ട പണിയാവില്ലേ? ഇത്രയോ കൊല നടത്തിയിട്ടുള്ള നമ്മൾ ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ ഇതാകുക? എന്തായാലും നീ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലേക്ക് പോകുന്നുണ്ടോയെന്ന് നോക്ക്, അപ്പോഴത്തേക്കും ഞാൻ അതിനെ തട്ടിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗുണ്ട അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അയാളിങ്ങനെ നോക്കുകയാണ്. ഈശ്വര, ആരുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ചേട്ടാ, സോറി സാറേ, ദേ ആരുമില്ല, ചെല്ല്, എന്തായാലും പെട്ടെന്ന് പോയി അതിനെ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പതുക്കെ അങ്ങോട്ട് പോവുക. അതിനുശേഷം ചാരുമോളുടെ വായും പൊത്തി പിടിച്ച് ചാരുമോളെ ഇങ്ങെടുത്തോണ്ട് വന്നു. അതാരും ശ്രദ്ധിച്ചില്ല. ചാരുമോൾ അവിടെ ഉണ്ടോയെന്നുള്ള കാര്യം പോലും എല്ലാവരും മറന്നു. അതെ, ആൽബിയെയും അച്ചായനെയും കണ്ടപ്പോൾ കൊച്ചിൻ്റെ കാര്യം വരെ മറന്ന് അവിടെ എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുക. ഈ സമയം കുഞ്ഞിനെയും തട്ടിയെടുത്ത് അവന്മാർ തൻ്റെ വണ്ടി കയറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാഹുലാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുക. ദൈവമേ, ഞാൻ ഒന്നും നടക്കുന്നില്ല. താരയെ കൊല്ലണമെന്ന് കരുതി, നടന്നില്ല. സേനനെ കൊല്ലണമെന്ന് കരുതി, നടന്നില്ല. ആ കല്യാണിയെ കൊല്ലണമെന്ന് കരുതി, അതും നടന്നില്ല. ഇപ്പോൾ സോണിയെ കെട്ടാൻ പോകുന്നവനെ കൊല്ലണമെന്ന് തോന്നി, അതും നടന്നില്ല. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണല്ലോ. എൻ്റെ മോളും ഭാര്യയൊക്കെ എന്നെ ഒരു പ്രാന്തനാക്കി മാറ്റി. എനിക്കിതിൽ നിന്നും ഒരു മുക്തി നേടണം, അതിനെന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഫോൺ കോൾ വരികയാണ്. ദേ അവൻ വിളിക്കുന്നു. ഈ ചെറ്റ എന്തിനാന്നാവോ എന്നെ വീണ്ടും വിളിക്കുന്നത്? എന്താണെന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട്. ഹലോ, എന്താടോ? സാറ് പേടിക്കണ്ട സാറേ, സാറ് പറഞ്ഞതുപോലെ ഇന്ന് ആ കല്യാണം മുടങ്ങും. എന്താ, താൻ അവനെ കൊന്നോ? ഇല്ല സാറേ, അവൻ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ വലിയൊരു ബോംബ് ഞങ്ങളവിടെ ഇട്ടിട്ടുണ്ട്. എന്ത് ബോംബ്? സോണി ഉണ്ടല്ലോ, അവളുടെ ആ മോള് ചാരുമോള്, അവളെ ഞങ്ങളിങ്ങ് തട്ടി. അത് കേട്ടതും നിങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞുണ്ടോ? പിന്നെ ഞങ്ങൾ അവളെ ഇങ്ങ് എടുത്തോണ്ട് പോന്നു സാറേ. ഇനി എന്തായാലും അവിടെ കല്യാണം നടക്കില്ല, കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കും അവർ. അതുകൊണ്ട് പേടിക്കണ്ട സാറേ, കല്യാണം മുടങ്ങും. അത് കേട്ടതും മിടുക്കൻ, മിടുമിടുക്കൻ,
ഞാനൊരു ജോലി ഏൽപ്പിച്ചപ്പോൾ അതിൽ പരാജയപ്പെട്ടതുകൊണ്ട് മറ്റൊരു ജോലി ഏറ്റെടുത്ത് ചെയ്തു. തന്നെത്താനെ ആലോചിച്ച് ചെയ്തു. മിടുമിടുക്കൻ. നിനക്ക് ഞാൻ 1,00,000 രൂപ കൂടുതൽ തരും. എന്നാലും കുഴപ്പമില്ല. പിന്നെ കല്യാണം മാത്രം മുടങ്ങിയാൽ പോരാ. കല്യാണം മുടങ്ങിയാലും കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ നാളെ വീണ്ടും ആ കല്യാണം നടക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതങ്ങ് തീർന്നേക്കണം. ആൽബി അവനെ കൊന്നു കളഞ്ഞേക്കണം. അത് പിന്നെ സാറ് പേടിക്കണ്ട. ഒന്നി പഴിച്ച മൂന്നല്ലേ, മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് ചെയ്തിരിക്കുമ്പോൾ അവൻ മരിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് കേട്ടതും രാഹുലും വീണ്ടും ഭയങ്കര ചിരി. രാഹുലിൻ്റെ ചിരിയും ഇതൊക്കെ കണ്ടപ്പോൾ, എടാ നീ പറയുന്നത് സത്യമാണോ? ചാരുമോൾ അവിടെ തന്നെ ഉണ്ടോ? ഉണ്ടെന്നേ. ധൈര്യമായിട്ടിരിക്കും സാറേ, വേണമെങ്കിൽ കരച്ചിൽ കേൾപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ വായിൽ നിന്നും കൈയെടുത്തപ്പോൾ കൊച്ചു ഭയങ്കര കരച്ചിലാണ്. അത് കേട്ടതും രാഹുലിന് പൂർണ്ണ വിശ്വാസമായി. വിശ്വാസത്തോടെ രാഹുൽ, ശരിയെന്നാ നീ നിൻ്റെ പ്ലാൻ നടത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ചിരിയാ. അപ്പോഴേക്കും ഷാരി സരി അത് വീണ്ടും കണ്ടു. മനോഹരം കണ്ടു. ദേ കണ്ടില്ലേ, ഇടക്കിടക്ക് ചിരിക്കുന്നു, ഇടക്കിടക്ക് ദേഷ്യപ്പെടുന്നു. എന്താണെന്ന് നമുക്കിട്ടൊന്നും അറിയത്തുമില്ല. ദേ എന്തോ കാര്യമായിട്ട് അച്ഛന് സംഭവിച്ചിട്ടുണ്ട് സരിയോ. നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. ഇങ്ങനെ വിട്ടുകൊടുത്താൽ ചിലപ്പോൾ ആരെ കൊല്ലുമെന്നൊന്നും പറയാൻ പറ്റില്ല. ദേ ഇത്തിരി മുമ്പ് ഞാൻ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇതുപോലെ ദേഷ്യം ഞാൻ അച്ഛനിൽ ആദ്യമായിട്ട് കാണുക. ഇപ്പം കണ്ടപ്പോൾ നോക്ക്, ഭയങ്കര ചിരിയും. ഈശ്വര, എനിക്ക് പേടിയാവുന്നു സരയൂ. നമുക്കിവിടെ നിന്ന് പോയാലോ സരയൂ? പക്ഷെ മനുവേട്ട, അച്ഛനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നമ്മൾ എങ്ങനെ മനുവേട്ട പോകുന്നേ? പാവ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ? അത് കേട്ടത് മനോഹർ ആലോചിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ സ്വന്തം മോളാണെന്ന് പോലും അയാൾ നോക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേ ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തു ചെയ്യാനാ, എൻ്റെ വകയിലൊരു ബന്ധുവിനും ഇതുപോലെ ഭ്രാന്തായിട്ടുണ്ട്. എന്നിട്ട് സ്വന്തം മകളെയും മകനെയും ഭാര്യയെയും ഒക്കെ കുത്തിക്കൊന്നു അയാൾ. രാത്രി ഉറങ്ങി കിടക്കുമ്പോഴായിരുന്നു സംഭവം. ഇത് കേട്ടതും ഷാരി, അയ്യോ അങ്ങനെ എന്തെങ്കിലും അയാൾ ചെയ്താൽ എൻ്റെ ദൈവമേ, എനിക്ക് ഇനിയും ജീവിക്കണം. എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അതുകൊണ്ടാണ് അമ്മ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടം വിട്ടു പോകണം. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം ഗുണ്ടകളെയാണ് കാണിക്കുന്നത്. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. എടാ അതിൻ്റെ വായൊന്ന് അടക്കി പിടിക്കടാ, അതിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. ഞാൻ എന്ത് കൊടുക്കാനാ? ദേ ഇതാണെങ്കിൽ വെറുതെ ഇരുന്ന് മോങ്ങുക. എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് പാടില്ല. ഈ വലിയവരെ ഒന്ന് തട്ടിക്കൊണ്ടു പോകുന്ന പോലെയല്ല. കുഞ്ഞുങ്ങൾ നമ്മുടെ മനസ്സിന് മനസ്സമാധാനം തരില്ല. എന്നാ പിന്നെ അതിനങ്ങ് കൊന്നു കളഞ്ഞേരെ. കൊല്ലാനോ? ഇത്രയും ചെറിയ കുഞ്ഞിനെയോ? എന്തിനാ ഇതിൻ്റെ പാപം കൂടെ നമ്മൾ മേടിച്ച് തലേ കെട്ടുന്നേ? ഈ കുഞ്ഞ് നമ്മളോട് എന്ത് ചെയ്തു? ഈ കുഞ്ഞ് ചെയ്തില്ലെങ്കിലും ചെയ്തവരുണ്ടല്ലോ, ഈ കുഞ്ഞിൻ്റെ ആൾക്കാർ. ആ കുഞ്ഞിൻ്റെ ആൾക്കാർ നമ്മളോടൊന്നും ചെയ്തില്ലല്ലോ. നമ്മളിപ്പോൾ കാശ് മേടിച്ച് അയാളോടല്ലേ ചെയ്തത്. പക്ഷേ ഈ കുഞ്ഞിനെ നമ്മൾ കൊന്ന ശാപം മാറത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലിങ്ങനെ സംസാരിക്കണം. ഇതേസമയം ചാരുമോള് അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. മോള് കരയണ്ട കേട്ടോ, ഒരു ചെറിയ സമയം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മോളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ വിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുക. സമയം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാരുവിനെ കാണാനില്ലെന്ന വിവരം അവിടെ മുഴുവനും അറിഞ്ഞു. അപ്പോൾ നമ്മുടെ രൂപ സരസ്വതി ചേച്ചിയോട് ചോദിക്കുക, ചാരുമോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നും സരസ്വതി ചേച്ചി. അത് കഴിഞ്ഞ് നമ്മുടെ രൂപ ദീപയോട് ചോദിക്കുക, ദീപ ചാരുമോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, കിരൺ മോൻ്റെ അമ്മ അവിടെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് ചാരുമോളെ നോക്കി. എവിടെയും കാണുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ, ഇല്ലെങ്കിൽ കിരണ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അത് കേട്ടതും കല്യാണിക്ക് ആശ്വാസമായി. അതെ അമ്മേ, കിരണേട്ടൻ എടുത്തിട്ട് പോയി കാണും എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കിരണിൻ്റെ കയ്യിലും ചാരുമോളില്ല, കല്ലുമോ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പേടിയായി തുടങ്ങി. ചന്ദ്രേട്ട എന്താ രൂപേ, എന്തു പറ്റി? ചാരുമോളെ കാണുന്നില്ലെന്നോ? ചാരുമോൾ എവിടെ പോയി? അപ്പോൾ ആൽബിയും അച്ചായനും ഒക്കെ വിവരം അറിഞ്ഞു. എന്തു പറ്റി? ചാരുമോളെ കാണാനില്ല. ഈശ്വര, ആ ദുഷ്ടനായ എൻ്റെ ആങ്ങള കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ആദ്യം ആൽബിയുടെ പപ്പയെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ ദേ ചാരുമോളെ തട്ടിക്കൊണ്ടു പോയത് അവൻ തന്നെയാണെന്ന് തോന്നുന്നു. അവനെ വെറുതെ വിടരുത് ചന്ദ്രേട്ട എന്നും രൂപ പറയുവാണ്. അത് കേട്ടതും ആദ്യം ചാരുമോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അവനെ സംശയിച്ചാൽ പോരെ. ഇല്ല ചന്ദ്രേട്ട, ഇതിലെനിക്ക് ഒരു ഇതുമില്ല. ദേ എന്തായാലും അവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവനെ വെറുതെ വിടരുത് ചന്ദ്രേട്ട. അന്വേഷണം അവനിലേക്ക് എത്തണം. ചാരുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ അങ്ങ് കൊന്നു കളഞ്ഞേരെ എന്ന് പറഞ്ഞുകൊണ്ട് രൂപ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. ഈ സമയം സോണി അതറിയാം. സോണി ഭയങ്കര കരച്ചിൽ. എന്നാലും എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മോളില്ലെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. എനിക്കെൻ്റെ മോളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് സോണിയും ഭയങ്കര കരച്ചിലാണ്. ഈ സമയം രൂപയും കല്യാണിയും ഒക്കെ സോണിയെ ആശ്വസിപ്പിക്കുക. സോണി നീ ഇങ്ങനെ കരയല്ലേ, മോളെ കിട്ടും, നമുക്ക് മോളെ കണ്ടുപിടിക്കാം.
ആരാ കൊണ്ടുപോയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് മോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ ധൈര്യമായിട്ടിരിക്കേ. ഇല്ല കല്യാണി, എനിക്ക് എൻ്റെ മോള് വേണം. എൻ്റെ മോള് വരാതെ ഈ കല്യാണം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സോണി ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ്. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. അതെ, ചാരുമോൾ എവിടെ പോയി? ചാരുമോളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളെ വളഞ്ഞ് നമ്മുടെ അച്ചായനും ആൽബിയും കിരണും CS-ഉം എല്ലാം കാറും എടുത്ത് പരക്കം പായാണ്. ഹരിയേട്ടനും ബൈജുവിൻ്റെ മാമനും ഒക്കെയുണ്ട്. ഇന്ന് ആ ഗുണ്ടകളുടെ കാര്യം അവസാനിക്കും പ്രേക്ഷകരെ. പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ കഥാമുഹൂർത്തത്തിലേക്കാണ് ഇനി എപ്പിസോഡ് എത്തുന്നത്. സോണിയുടെയും ആൽബിയുടെയും കല്യാണം നടക്കാൻ പാടില്ല എന്ന് കരുതിയിരിക്കുന്ന രാഹുലിന് കിടിലൻ തിരിച്ചടി കൊടുത്തുകൊണ്ട് ആ കല്യാണം നടക്കുമോ? അങ്ങനെ നടന്നാൽ ചാരുമോളെ അവർക്ക് തിരിച്ചു കിട്ടുമോ? ചാരുമോളെ തിരിച്ചു കിട്ടിയാലല്ലേ കല്യാണം നടക്കൂ. അപ്പോൾ എന്തായാലും കല്യാണം നടക്കുന്നതിനായിട്ട് കാത്തിരിക്കുക. കല്യാണം നടന്നാൽ ഉടനെ നമ്മുടെ രൂപ രാഹുലിനെ തീർക്കും. രാഹുൽ കാരണം രൂപ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ആദ്യം തൻ്റെ ഭർത്താവിനെ അത് കഴിഞ്ഞ് തൻ്റെ മക്കളെയും രൂപയെയും തമ്മിൽ അകറ്റി. ഓരോരുത്തരെയായിട്ട് രൂപയിൽ നിന്നും അകറ്റിയതിന് ശേഷം ഇനിയും അയാൾക്ക് ഒന്നും തൃപ്തിയായിട്ടില്ല. വീണ്ടും ഓരോരോ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഒരിക്കലും ആ സ്വത്തുക്കളൊന്നും ആ ദുഷ്ടകാലമാടന് വിട്ടുകൊടുക്കില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് രൂപ ഇരിക്കുന്നത്. പക്ഷേ അതിനിടയിലും രാഹുൽ അപകടപ്പെടുത്താൻ ശ്രമിച്ച തൻ്റെ മക്കളെയും ഭർത്താവിനെയും ഉള്ളം കയ്യിൽ വെച്ച് സംരക്ഷിക്കാനും രൂപ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആങ്ങളയെ പെങ്ങള് തന്നെ, അതെ ചോര തന്നെ തീർക്കുന്ന ആ കഥാമുഹൂർത്തം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നല്ല ഇടിവെട്ടും മഴ ആയതുകൊണ്ടാണ് എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് എത്തിയാലും ഉടനെ എത്തിക്കുന്നതായിരിക്കും. ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.